നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമിന് മരണം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. സഹോദരിക്ക് കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയടക്കുവാനും ശിക്ഷ. കാസർഗോഡ് ഉളിയത്തടുക്കയിലെ ഗുരുകൃപാ നിലയത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്ക്. കാസർഗോഡ് ഗണേശോത്സവത്തിലേക്കടക്കം ഇത്തവണ ഒരുങ്ങുന്നത് 38 വിഗ്രഹങ്ങൾ. ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നാടൊന്നാകെ അണിനിരന്നു. വിദ്യാർത്ഥിയുടെ കർണപുടം തകർത്ത സംഭവം. പ്രധാന അധ്യാപകനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി കടമ്പാർ സ്കൂളിലേക്ക് നിയമിച്ചതിൽ പ്രതിഷേധം. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തകർക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ യൂട്യൂബറെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യം. B. ബാലകൃഷ്ണൻ ഗോവിക്കാനം രചിച്ച ഒരു കഥ പറയാം പുസ്തകം പ്രകാശനം ചെയ്തു. PV ഷാജികുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങുകയായിരുന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമിന് മരണം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഹൊസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതിയുടേതാണ് വിധി. പെൺകുട്ടിയുടെ കമ്മൽ വിൽക്കുവാൻ സഹായിച്ച സലീമിന്റെ സഹോദരി സുഹൈബയെ കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയടക്കുവാനും കോടതി ശിക്ഷിച്ചു. കുടക് നപ്പോക്ക് സ്വദേശിയും കാഞ്ഞങ്ങാട്ടെ താമസക്കാരനുമായ PA സലീമിനെയാണ് ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി PM സുരേഷ് ശിക്ഷിച്ചത്. ഇരട്ട ജീവപര്യന്തവും മരണം വരെ തടവുമാണ് ശിക്ഷ. ഇതിനു പുറമെ 2 ലക്ഷം രൂപ പിഴയും പ്രതി അടയ്ക്കണം. പീഡനത്തിനിരയായ കുട്ടിയിൽ നിന്നും കവർന്ന കമ്മൽ വിൽക്കുവാൻ സഹായിച്ച പ്രതിയുടെ സഹോദരി സുഹൈബയെ കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയടക്കുവാനും കോടതി ശിക്ഷിച്ചു. കേസിൽ ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എന്നത് ശ്രദ്ധേയമാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കൂടാതെ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുവാൻ സഹായകരമായെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ A. ഗംഗാധരൻ പറഞ്ഞു. ഈ കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാക്ഷി പോലും കൂറുമാറാതെ എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരു കേസാണിത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ വിചാരിച്ചത് ഈ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും പോക്സോ ആക്ടിൻ്റെ 5M61 പ്രകാരം ഈ കേസിൽ ജീവപര്യന്തം തടവ്, ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 374 കടത്തിക്കൊണ്ടുപോയ ആ കുറ്റത്തിന് ജീവപര്യന്തം, അങ്ങനെ 2 ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. ഒരു ജീവപര്യന്തം ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് വിവിധ വകുപ്പുകളിൽ പ്രകാരം 35 കൊല്ലത്തോളം തടവ് ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കോടതി വിധിയിൽ സംതൃപ്തനാണ്. ലീഗൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കുന്നുണ്ട്. വീണ്ടും പിന്നെ ഡെത്ത് കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ സമീപിക്കുമെന്നാണ് എനിക്ക്. മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ചും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നത് കണക്കാക്കിയും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മെയ് 15 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മുത്തച്ഛൻ പശുവിനെ കറക്കുവാൻ പോയ സമയത്ത് പ്രതി ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോകുകയും പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പീഡനശേഷം കമ്മൽ ഊരിയെടുത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയായ സലീം പിടിയിലായിരുന്നു. ഒളിവിൽ പോയ ഇയാളെ ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത്. കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച വിചാരണ വളരെ വേഗത്തിലാണ് കോടതി പൂർത്തിയാക്കിയത്. ഹൊസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന MP ആസാദാണ് 39 ദിവസങ്ങൾക്കകം അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിക്കെതിരെ IPCയിലെ വിവിധ വകുപ്പുകളും പോക്സോ നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കൽ, സ്വർണം കവർച്ച, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ, കുട്ടിയെ മണിക്കൂറുകളോളം തടഞ്ഞുവയ്ക്കൽ എന്നിവയാണ് കുറ്റങ്ങളായി കോടതി വിശദീകരിച്ചത്. പ്രതിയുടെ സഹോദരിക്കെതിരെ IPC 414 പ്രകാരമാണ് കേസെടുത്തത്.
2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതിയായ സലീം നേരിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്ക് ആവശ്യമായ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കാസർഗോഡ് ഉളിയത്തടുക്കയിലെ ഗുരുകൃപാ നിലയം. വിഗ്രഹ നിർമ്മാണത്തിൽ 54 വർഷത്തെ പാരമ്പര്യമുള്ള ബി കേശവതന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. കാസർഗോഡ് ഗണേശോത്സവത്തിലേക്കടക്കം 38 ഇടങ്ങളിലേക്ക് വേദപഠന കേന്ദ്രം കൂടിയായ ഗുരുകൃപാ നിലയത്തിൽ നിന്നും ഗണേശ വിഗ്രഹങ്ങൾ എത്തും. വിനായക ചതുർത്ഥി ദിനം അടുത്തതോടെ കാസർഗോഡ് ഉളിയത്തടുക്കയിലെ ഗുരുകൃപാ നിലയം ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ഗണേശോത്സവങ്ങളിൽ നിമജ്ജനം ചെയ്യുവാനുള്ള ഗണപതി വിഗ്രഹങ്ങളുടെ അവസാനഘട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബി കേശവതന്ത്രിയുടെ മേൽനോട്ടത്തിൽ മക്കളായ ഹരിപ്രസാദും ഗുരുപ്രസാദും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ചേർന്നാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 54 വർഷത്തോളമായി ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്ന ബി കേശവതന്ത്രിയുടെ വിഗ്രഹ നിർമ്മാണത്തിലെ മികവ് പ്രസിദ്ധമാണ്. തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത 38ഓളം വിഗ്രഹങ്ങളാണ് ബി കേശവതന്ത്രിയുടെ ഭവനത്തോട് ചേർന്നുള്ള പണിപ്പുരയിൽ ഒരുങ്ങുന്നത്. സാർവദേശീയ ഗണേശോത്സവത്തിനായി വിവിധ ഉയരങ്ങളുള്ള വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് ഗണേശോത്സവത്തിലേക്ക് ഇക്കുറി ഗണേശ വിഗ്രഹം നിർമ്മിച്ചു നൽകുന്നതും ഇവിടെ നിന്നാണ്. 6.25 അടി ഉയരമുള്ള വിഗ്രഹത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി ചായം തേക്കുന്ന പ്രവൃത്തി മാത്രമാണ് ബാക്കിയുള്ളത്. ഓട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കളിമണ്ണാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്. കർണാടകയിലെ കുന്താപുരത്ത് നിന്നുമാണ് ഈ കളിമണ്ണ് എത്തിക്കുന്നത്. കേരളത്തിലും കർണാടകയിലും അടക്കമുള്ള ഗണേശോത്സവ ചടങ്ങുകൾക്ക് വേണ്ടി വർഷങ്ങളായി ഇവിടെ നിന്നും വിഗ്രഹങ്ങൾ ഒരുക്കി നൽകാറുണ്ട്. ഇത്തവണ കാസർഗോഡ് കൂടാതെ പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, എടനീർ, കുണ്ടാർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലെയും കർണാടകയിലെയും സാർവജനിക ഗണേശോത്സവങ്ങളിൽ നിമജ്ജനം ചെയ്യുവാനുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഒരുങ്ങുന്നത് ബി കേശവതന്ത്രിയുടെ കരവിരുതിലാണ്. മല്ലികാർജുന ശ്രീ അമ്പലത്തിൻ്റെ 70ാമത്തെ വാർഷിക മഹോത്സവത്തിൻ്റെ പരമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിന് ഒരു ഗണേശ വിഗ്രഹം ആക്കിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പിന്നെ അതിന് നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് തുടങ്ങിയിനി. ആ മുഹൂർത്തം ഇടീ ജഗത്തിന് തന്നെ നല്ലതെന്ന് ഉണ്ട് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് അതിലിപ്പോൾ ഒരു 10 ദിവസത്തെ വാർഷിക ഉത്സവം കൈക്കാണെന്നിട്ട് അവരെല്ലാം അഭിപ്രായം വെച്ചിനി. അങ്ങനെ വിഗ്രഹം തയ്യാറാക്കുന്നുണ്ട്. അതേ വിഗ്രഹം മറ്റേ എല്ലാ കുറേ അടുത്തുനിന്ന് വന്നിനി വേറെ വേറെ വിഗ്രഹം ഗണേശോത്സവത്തിന്, സാർവജനിക ഗണേശോത്സവം അങ്ങനെ ഓരോരോ വീട്ടിൽ കുടുംബത്തിൽ ആക്കുന്ന അങ്ങനത്തെ മഹാ ഉത്സവത്തിൻ്റെ വിഗ്രഹം അങ്ങനെ ഒരു 34 വിഗ്രഹം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാംഗ്ലൂരിൽ ഉണ്ടായിന്, അതെല്ലാം കൊണ്ടുപോയി ഇതിപ്പോൾ റെഡി ആയിട്ട് ആയിക്കൊണ്ടുണ്ട്. നാളെ ഗണേശ വിഗ്രഹ നിർമ്മാണ കേന്ദ്രം മാത്രമല്ല, വേദപഠന കേന്ദ്രം കൂടിയാണ് ഗുരുകൃപ നിലയം. നിരവധി കുട്ടികൾക്കാണ് ബി കേശവതന്ത്രി വേദപഠനം നൽകി വരുന്നത്. ഗണേശ വിഗ്രഹങ്ങൾക്ക് പുറമെ ശാരദാ വിഗ്രഹങ്ങളും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു. വീട്ടുകാർക്ക് പുറമെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ പുരുഷോത്തമ, ഗോപാലകൃഷ്ണ, ചരൺകുമാർ, യതീന്ദ്ര, പുഷ്പരാജ്, സുജീഷ്, അനിൽകുമാർ, ഭരത് കുമാർ, നവീൻ, ധനുഷ്, ചിരായുഷ് എന്നിവരും വിഗ്രഹ നിർമ്മാണത്തിനായി സഹായത്തിനുണ്ട്. ഉളിയത്തടുക്കയിലെ വൈദിക കേന്ദ്രമായ ഗുരുകൃപാ നിവാസിൽ ഗണേശോത്സവങ്ങളിൽ നിമജ്ജനം ചെയ്യുവാനുള്ള ഗണേശ വിഗ്രഹങ്ങളുടെ അവസാനഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വിഗ്രഹ നിർമ്മാണ രംഗത്ത് 54 വർഷത്തെ പാരമ്പര്യമുള്ള ബി കേശവതന്ത്രിയുടെ മേൽനോട്ടത്തിൽ മക്കളായ ഗുരുപ്രസാദും ഹരിപ്രസാദും ബന്ധുക്കളുമെല്ലാം ഈ പ്രവൃത്തിയിൽ സജീവമാണ്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കുമ്പള ദേശീയപാതയിലെ ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കുമ്പള ദേശീയപാതയിലെ ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വിവിധ പാർട്ടികളുടെയും വ്യാപാരി സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തിൽ നടത്തിയ മാർച്ചിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കുമ്പള പതിയെടുക്ക റോഡിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ ഉദ്ഘാടനം ചെയ്തു. രഘുദേവൻ മാസ്റ്റർ, പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റ് സുബണ്ണ ആൾവ, കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മൊക്രാൽ തുടങ്ങിയവർ സംസാരിച്ചു. AK ആരിഫ്, CA സുബൈർ, അഷ്റഫ് കർല, അൻവർ, ലക്ഷ്മണ പ്രഭു തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരക്കാർ ടോൾ ബൂത്ത് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനാൽ അവരെ നേരിടുന്നതിന് ശക്തമായ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് സമരസമിതി നേതാക്കളും വിവിധ പാർട്ടി ഭാരവാഹികളും അടക്കം 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു.
go back. Action Committee Zindabad. Action Committee Zindabad. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കുണ്ടംകുഴി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ കർണപുടം തകർത്ത സംഭവത്തിൽ പ്രധാനാധ്യാപകന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി കടമ്പാർ സ്കൂളിലേക്ക് നിയമിച്ചതിൽ പ്രതിഷേധം. MSF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. കുണ്ടംകുഴി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ കർണപുടം തകർത്ത സംഭവത്തിൽ അധ്യാപകന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി കടമ്പാർ സ്കൂളിലേക്ക് നിയമിച്ചതിൽ പ്രതിഷേധിച്ച് MSF മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി DDEക്ക് പരാതി നൽകി. യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിയമനം നടത്തിയതിൽ പ്രതിഷേധിച്ച് കടമ്പാർ ഹൈസ്കൂളിന് മുന്നിൽ പ്രതിഷേധ സംഗമവും നടത്തി. പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഗോൾഡൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. MSF മണ്ഡലം പ്രസിഡന്റ് ഷഹീദ് മീഞ്ച അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മീഞ്ച പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി താജുദ്ദീൻ കടമ്പാർ, മുസ്ലിം ലീഗ് മഞ്ചേശ്വരം പഞ്ചായത്ത് ഉപാധ്യക്ഷൻ മുസ്തഫ ഉദ്യാവർ, യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാരിസ് പാവൂർ, സെക്രട്ടറി റിയാസ് ഉദ്യാവർ, യൂത്ത് ലീഗ് മഞ്ചേശ്വരം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സമദ് അരിമല, MSF ജില്ലാ സെക്രട്ടറി സർഫ്രാസ് ബന്ദിയോട്, മണ്ഡലം സെക്രട്ടറി നൌഷീദ് കുഞ്ചത്തൂർ, പ്രവർത്തക സമിതി അംഗങ്ങളായ ആരിഫ്, നംഷാദ് കജ, ജലാൽ ചിഗ്രുപദവ്, മുനസ് എന്നിവർ സംബന്ധിച്ചു. MSF മണ്ഡലം ജനറൽ സെക്രട്ടറി മൻസൂർ മച്ചമ്പാടി സ്വാഗതവും ഉപാധ്യക്ഷൻ നിസാർ കൊക്കച്ചാൽ നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മൊഗ്രാലിൽ ഒരു റോഡിന് 2 പേര്. മൊഗ്രാൽ കടവത്തെ റോഡാണ് ഓൾഡ് MCC റോഡ്, TM കുഞ്ഞി റോഡ് എന്നീ 2 പേരുകളിൽ അറിയപ്പെടുന്നത്. TM കുഞ്ഞി റോഡ് എന്ന പുതിയ പേര് വന്നതോടെ മേൽവിലാസം ഉൾപ്പെടെ മാറുവാൻ കാരണമായതായി പരാതി. ചരിത്രത്തിൻ്റെ അവശേഷിപ്പായ റോഡിന് പഴയ പേരായ ഓൾഡ് MCC റോഡ് എന്ന പേര് തന്നെ നൽകണമെന്ന ആവശ്യം ശക്തമാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ മൊഗ്രാൽ കടവത്ത് നിർമ്മിച്ച കോസ്റ്റൽ റോഡാണ് ഇന്ന് 2 പേരുകളിൽ അറിയപ്പെടുന്നത്. മലബാർ മേഖലയിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും അതുവഴിയുള്ള വ്യാപാരം വളർത്തുന്നതിനും വേണ്ടിയാണ് അന്ന് മംഗലാപുരം ചെറുവത്തൂർ കോസ്റ്റൽ റോഡ് എന്ന പേരിൽ ഈ റോഡ് നിർമ്മിച്ചത്. ഇതിൻ്റെ ചുരുക്കെഴുത്തായ MCC റോഡ് എന്ന പേരിലാണ് അന്ന് മുതൽ ഈ റോഡ് അറിയപ്പെടുന്നതും. പുതിയ ദേശീയപാത വന്നപ്പോൾ ഒരു കഷണം മാത്രമായി ഈ റോഡ് അവശേഷിച്ചു. വർഷങ്ങൾ കഴിഞ്ഞതോടെ ഇത് ഓൾഡ് MCC റോഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ പേര് നിലനിൽക്കെയാണ് പുതിയ പേരായ TM കുഞ്ഞി റോഡ് എന്ന പേര് നൽകിയതെന്ന് പ്രദേശവാസിയും CPCRIയിലെ മുൻ ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ ഷംസുദ്ദീൻ പറഞ്ഞു. ചരിത്ര സ്മൃതികൾ പേറി ഒരു അവശേഷിപ്പായി നിലനിൽക്കുന്ന ഈ റോഡിന് മറ്റൊരു പേര് നൽകിയത് പ്രദേശത്തോട് കാണിച്ച നീതികേടാണെന്നും ഷംസുദ്ദീൻ KCN ന്യൂസിനോട് പറഞ്ഞു. റോഡിൻ്റെ പേര് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പുതിയ ബോർഡ് കണ്ടു പേര് മാറ്റിയതായിട്ട്. അന്നേരം തന്നെ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു പരാതി അയച്ചിരുന്നു. ആ പരാതിക്കുള്ള മറുപടി കിട്ടിയത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ്, 2025 ഓഗസ്റ്റിലാണ് അതിനുള്ളൊരു മറുപടി കിട്ടിയത്. കിട്ടിയ ഉത്തരത്തിൽ പറയുന്നത് അങ്ങനെ മീറ്റിംഗ് വിളിച്ചിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഫെബ്രുവരി 2023 നടന്ന യോഗത്തിൽ ഈ തീരുമാനം എടുത്തിട്ടുണ്ട്, അതായത് പേര് മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും അതിനെതിരായിട്ടുള്ള പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഇപ്പോഴും അവിടെ പഞ്ചായത്തിലുണ്ട്. ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർ ആ പരാതി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചുള്ള റിപ്പോർട്ട് കളക്ടറേറ്റിൽ പോവും. അതുകൂടാതെ ഇതിന് ആവശ്യമായ എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ പഴയ ഓൾഡ് MCC റോഡ് എന്ന പേര് തിരിച്ചു കിട്ടുന്നത് വരെ ജനങ്ങൾ ഇതിനെ ഈ പുതിയ പേരിന് എഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഉണ്ടാവും. റോഡിന് പുതിയ പേര് നൽകിയതോടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നതായും ഇത് തങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. നമുക്കിപ്പോൾ ഇതൊരു സുപ്രഭാതത്തിലാണ് ഈ റോഡിൻ്റെ പേര് പെട്ടെന്ന് മാറിയത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മളെ അഡ്രസ്സ് മൊത്തത്തിൽ മാറ്റേണ്ട ഒരു പ്രയാസം. അതുപോലെ നമുക്ക് വരുന്ന ലെറ്ററുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് അത് നമുക്ക് കയ്യിൽ കിട്ടാത്തൊരു അവസ്ഥ അങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ റോഡിൻ്റെ പേര് മാറിയപ്പോൾ അത് ഏത് റോഡ് എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ. ഇപ്പോൾ നമുക്കൊരു വ്യക്തിയോടുള്ളൊരു വൈരാഗ്യമൊന്നുമല്ല ഇത്. അപ്പോൾ നാട്ടുകാരോട് ചോദിക്കുക, നാട്ടുകാരറിയാതെയും ചെയ്ത ഒരിതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ റോഡ് പേര് ഇതായിട്ട് മാറി. അതായത് ഗ്രാമസഭയിലോ മറ്റോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ മാറി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആ പഴയ റോഡ്
ആ പേരിൽ തന്നെ അറിയപ്പെടണം നമ്മളുടെ ആഗ്രഹം. ഓൾഡ് ടൈം സീസർ ഒരു ചരിത്രമാണ്. അപ്പോൾ ആ റോഡിൽ തന്നെ അറിയപ്പെടണമെന്നാണ് ആഗ്രഹം. മംഗലാപുരം മുതൽ ചെറുപുത്തൂർ വരെ പോകുന്ന റോഡാണ്. ഹൈവേ വന്നതിൻ്റെ ശേഷം ഇത് കഷ്ണമായിട്ട് ഒരു പാവമായിട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനെ ഞങ്ങളെല്ലാവരും അറിയപ്പെടുന്നത് മൊഗ്രാൽ കടവത്ത് നിന്നാണ്, കടവത്ത് റോഡിൽ നിന്നാണ്. അപ്പോൾ ഈ പുതിയ പേര് ആർക്കും അറിയില്ല. പിന്നെ ഇപ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് മാറ്റി കിട്ടണോ, ഞങ്ങൾക്ക് അതേ പേര് മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. റോഡ് പഴയ പേരിൽ നിലനിർത്തുവാൻ നിയമ പോരാട്ടത്തോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ അറിയിച്ചു. എന്തായാലും ഒരു റോഡ് രണ്ട് പേരിൽ അറിയപ്പെടുന്നതിന് രാഷ്ട്രീയ നിറം കൂടി കൈവന്നതോടെ ഇത് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ വ്യാജ തെളിവുകളും ആരോപണങ്ങളും ഉന്നയിച്ച് തകർക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ യൂട്യൂബറായ മനാഫിനെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP. ഇതിനകത്തെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ വ്യാജ തെളിവുകളും ആരോപണങ്ങളും ഉന്നയിച്ച് തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യൂട്യൂബറായ മനാഫിനെ അറസ്റ്റ് ചെയ്യണമെന്നും കേരളത്തിൽ അന്വേഷണം നടത്തി ഇതിനകത്തെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും BJP മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. വ്യാജ പരാതിയുണ്ടാക്കി അനന്യ ഭട്ട് എന്ന് പറയുന്ന കുട്ടി തന്റെ മകളാണെന്നും ബലാത്സംഗത്തിന് ഇരയായതായും MBBS വിദ്യാർത്ഥിനിയാണെന്നും സുജാത ഭട്ടിനെ സ്വാധീനിച്ചുകൊണ്ട് പറയിപ്പിച്ചതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എന്നും ധർമ്മസ്ഥലത്തിനെതിരെ കള്ളപ്രചരണം നടത്തുന്നതിന്റെ പിന്നിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഈ കർണാടക ധർമ്മസ്ഥലയിലെ ഒരു സംഭവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സംഭവ പരമ്പരകളെ സംബന്ധിച്ച് കേരളത്തിലുള്ള മനാഫിന് എന്താണ് പങ്ക് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ശരിയ കാര്യമല്ല. കാരണം ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട്. ഇവരുടെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇരകൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതല്ല. ഇവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഹൈന്ദവ വിശ്വാസത്തെ തകർക്കുക, ഹൈന്ദവ ക്ഷേത്രത്തെ തകർക്കുക. ആ ഹൈന്ദവ ക്ഷേത്രത്തെ തകർക്കാനും വിശ്വാസത്തെയും ആചാരത്തെയും തകർത്തുകൊണ്ട് ഇവിടെ വൻ കലാപം സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിൽ അരക്ഷിതത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളാണ് ഇവരൊക്കെ. മനാഫ് ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ പോയിട്ട് വാർത്തകളുണ്ടാക്കി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൊടുത്തു, അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുകയല്ല ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് മനാഫിനുണ്ട് ഇവിടെ. മനാഫും ഷമീറും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു മലയാളി ബേസ്ഡ് ആയിട്ടുള്ള ഒറിജിനൽ കേരളക്കാരനായിട്ടുള്ള ഒരു ജയന്ത് ടി എന്നിവർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചയിൽ വളരെ പ്രായമുള്ള ആളാണ്. അവരെ സ്വാധീനിച്ചുകൊണ്ട് അനന്യ ഭട്ട്, ഒരു MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ട് തൻ്റെ മകളാണെന്ന് കൃത്രിമമായിട്ട് വ്യാജമായിട്ട് ക്ലെയിം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ച അതിൻ്റെ പിന്നിൽ മനാഫുണ്ട്. മനാഫ് കേരളത്തിലെ പല ചാനൽ ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളത് ഈ സുജാത ഭട്ട് എൻ്റെ അണ്ടറിലുണ്ട് എന്നുള്ളതാണ്, എൻ്റെ നിയന്ത്രണത്തിലുണ്ട് എന്ന് പരസ്യമായിട്ട് മനാഫ് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അപ്പം വളരെ കൃത്യമായിട്ട് മനാഫിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ്. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, മേഖലാ ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി ദേശീയപാതയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരപ്പണിക്കാരൻ മരിച്ചു. ഉപ്പള പ്രതാപ് നഗറിലെ നവീൻ ആചാര്യയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 6:45ഓടെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ നവീൻ ആചാര്യയെ മംഗളൂരു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. കൂട്ടിയിടിയിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. നാരായണ ആചാരി പരേതയായ രുക്മിണി ദമ്പതികളുടെ മകനാണ്. ഭാര്യ ജ്യോതി, ഹർഷകിരൺ, മാനസ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബദിയടുക്കയിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. മധൂർ സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. സുഹൃത്തിനെ സാരമായ പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കാസർഗോഡ് ബദിയെടുക്ക ബോൾക്കട്ടയിൽ ബൈക്കിൽ ജീപ്പ് ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. മധൂർ കോടിമച്ചലിലെ BMS പ്രവർത്തകൻ വിജയകുമാർ എന്ന പമ്മുവാണ് മരിച്ചത്. സുഹൃത്ത് നീർച്ചാലിലെ രാധാകൃഷ്ണനെ സാരമായ പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടെ ബദിയെടുക്ക ബോൾക്കട്ടയിലായിരുന്നു അപകടം നടന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു വിജയനും സുഹൃത്തും. ഇതിനിടയിലാണ് അപകടമുണ്ടായത്. സാരമായി പരിക്കേറ്റ ഇരുവരെയും കാസർകോട്ടെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വിജയൻ മരണപ്പെടുകയായിരുന്നു. അപകടത്തിൽ ബദിയെടുക്ക പോലീസ് കേസെടുത്തു. ജീപ്പ് ഓടിച്ചിരുന്ന ആൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പരേതനായ കൃഷ്ണൻ ഷീല ദമ്പതികളുടെ മകനായ വിജയൻ നിർമ്മാണ തൊഴിലാളിയാണ്. ബിന്ദു, പ്രമോദിനി എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബി ബാലകൃഷ്ണൻ ബോവിക്കാനം രചിച്ച ഒരു കഥ പറയാം പുസ്തകം പ്രകാശനം ചെയ്തു. ബോവിക്കാനം ഓർമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PV ഷാജികുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് പത്മശ്രീ പുസ്തകശാല പ്രസിദ്ധീകരിച്ച ബി ബാലകൃഷ്ണൻ ബോവിക്കാനം രചിച്ച ഒരു കഥ പറയാമെന്ന സ്മരണകളുടെയും കഥകളുടെയും പുസ്തക പ്രകാശനം ബോവിക്കാനം ഓർമ്മ ഓഡിറ്റോറിയത്തിൽ മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള എഴുത്തുകാരെയും അതുപോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ള എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നാളേക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ബാലകൃഷ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് എഴുതുന്ന ആള് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അതേപോലെ തന്നെ ഇനിയും ഈ ഒരു പുസ്തകത്തോട് മാത്രമല്ല എഴുതുവാനുള്ള ഒരുപാട് കഴിവുകളും ഉണ്ടാവട്ടെ എന്നുമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PV ഷാജികുമാർ ബോവിക്കാനം സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് P പ്രേമബിന്ദുവിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ബോവിക്കാനം UP സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ K ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കവിയും പത്മശ്രീ പുസ്തകശാല ചെയർമാനുമായ നാലപ്പാടം പത്മനാഭൻ പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ A ജനാർദ്ദനൻ, അബ്ബാസ് കൊളച്ചെപ്പ്, ഡോക്ടർ സത്താർ MA അടുക്കത്ത് ബയൽ, അശോക് കുമാർ, രാഘവൻ മാസ്റ്റർ മായിപ്പാടി, വാസുദേവൻ നായർ, കരുണാകരൻ മാസ്റ്റർ, മോഹനൻ B, മോഹൻകുമാർ നാരന്തട്ട, BC കുമാർ, വിനോദ് കണ്ണോൽ, വിനു നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എഴുത്തുകാരൻ ബി ബാലകൃഷ്ണൻ ബോവിക്കാനം മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ സുമേഷ് നാരായണൻ സ്വാഗതവും മോഹനൻ നെല്ലിക്കാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് GHSS ടീമുകൾ ജേതാക്കളായി. വിജയികൾക്ക് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP അശോകൻ മാസ്റ്റർ സമ്മാനദാനം നടത്തി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കാസർഗോഡ് ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമുകൾ റണ്ണറപ്പായി. സമാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP അശോകൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മത്സരം നമ്മളെ സ്കൂൾ ഉപജില്ലാ കായികമേള അതുപോലെ ജില്ലാ കായികമേള ഒക്കെ വരാനിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം ആണ് ജില്ലാ അസോസിയേഷൻ ഇങ്ങനൊരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു മത്സരം വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് തുടർച്ചയായ പരിശീലനം ലഭിക്കും. സ്കൂൾ കായികമേളയ്ക്ക് നന്നായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. വരുന്ന 30-31 ഒന്നാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീം സെലക്ഷനും ഈ മത്സരത്തിൽ നടന്നു കഴിഞ്ഞു. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K അശോകൻ, NKP ഇർഷാദ്, AGC അലാദ്, PV പ്രീത, രജീഷ് കുമാർ, K നിശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 1 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാസർഗോഡ് ജില്ലാ ടീം തിരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ദിനേശ് സംഘം സ്റ്റാളിൽ ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി. കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ദിനേശ് സംഘം സ്റ്റാളിൽ ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി. കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു മേളയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഓരോ സാധനങ്ങളും എടുത്ത് പരിശോധിച്ച് മാർക്കറ്റ് വിലയിട്ടാൽ 1600 രൂപയോളം ഓണത്തിന് സമയത്ത് വില വരുന്ന ഈ സാധനങ്ങൾ ഇനി എന്ത് തന്നെ വില വർദ്ധിച്ചാലും
ഞങ്ങളിത് 999 രൂപയ്ക്ക് തന്നെയാണ് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, ഓണം അതുപോലെ തന്നെ ക്രിസ്മസ്, വിഷു തുടങ്ങിയ ഉത്സവ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വില നിലവാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ആ മാർക്കറ്റിലുണ്ടാകുന്ന വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേരള ദിനേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വേളകളിൽ, ഇത്തരം ഉത്സവ കാലഘട്ടങ്ങളിൽ കിറ്റുകളുമായിട്ടും മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ടും രംഗത്തിറങ്ങുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കേരള ദിനേശിൻ്റെ പ്രവർത്തനത്തെ, അപ്പോൾ ആ ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും നല്ല ഗുണനിലവാരം ഉൽപ്പന്നങ്ങളാണ്. ദിനേശിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുന്നത്. സംഘം പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ രാജൻ, AITUC സെക്രട്ടറി ടി കൃഷ്ണൻ, കാസർഗോഡ് ജനറൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എ നാരായണൻ, BD ലേബേഴ്സ് യൂണിയൻ CITU സെക്രട്ടറി M ലളിത, സുനിൽ S, P ദാമോദരൻ, PV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി അശ്വതി K സ്വാഗതവും സംഘം ഡയറക്ടർ KV ഗോപി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാടിന് പുത്തൻ ഉണർവേകി എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബിഗ് മാൾ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രൗഢമായ ചടങ്ങിൽ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഉത്സവകാലമാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്, ഓണക്കാലം. തീർച്ചയായും അതുപോലുള്ള മറ്റൊട്ടേറെ സന്ദർഭങ്ങൾ നമുക്കുണ്ട്. ക്രിസ്മസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പെരുന്നാൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിലെ ഏത് മഹാനഗരത്തിലും ലഭിക്കുന്ന സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു പട്ടണമാണ് ഇന്ന് കാഞ്ഞങ്ങാട് എന്ന് എല്ലാവർക്കും അറിയാം. കാഞ്ഞങ്ങാട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഏറ്റവും ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു നഗരം തന്നെയാണ്. ഈ നഗരത്തിന് ഏറ്റവും വലിയ മാറ്റുകൂട്ടുമാറ് തിലകം ചാർത്തുന്ന വിധത്തിൽ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ആരംഭിക്കുന്നുവെന്നത് തീർച്ചയായും കാഞ്ഞങ്ങാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, VV രമേശൻ, ബിൽടെക് അബ്ദുല്ല, മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞഹമ്മദ് പാലക്കി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, അശോകൻ, ബിഗ് മാൾ MD ഷംസുദ്ദീൻ പാലക്കി, മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, മുബാറക് ഹസൈനാർ ഹാജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. താഹ ഹംസയിൽ നിന്നും മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞഹമ്മദ് പാലക്കി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഇസ്മായിൽ ഹംസ ബേക്കറി സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞഹമ്മദ് പാലക്കി ഡ്രൈഫ്രൂട്ട് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ട്ണർമാരായ സമദ്, ആബിദ്, രതീഷ്, ഫജാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമിന് മരണം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. സഹോദരിക്ക് കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയടക്കുവാനും ശിക്ഷ. കാസർഗോഡ് ഉളിയത്തടുക്കയിലെ ഗുരുകൃപാ നിലയത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്ക്. കാസർഗോഡ് ഗണേശോത്സവത്തിലേക്കടക്കം ഇത്തവണ ഒരുങ്ങുന്നത് 38 വിഗ്രഹങ്ങൾ. ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നാടൊന്നാകെ അണിനിരന്നു. വിദ്യാർത്ഥിയുടെ കർണപുടം തകർത്ത സംഭവം. പ്രധാന അധ്യാപകനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി കടമ്പാർ സ്കൂളിലേക്ക് നിയമിച്ചതിൽ പ്രതിഷേധം. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തകർക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ യൂട്യൂബറെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യം. B. ബാലകൃഷ്ണൻ ബോവിക്കാനം രചിച്ച ഒരു കഥ പറയാം പുസ്തകം പ്രകാശനം ചെയ്തു. PV ഷാജികുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.